പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ നിർണായക വെളിപ്പെടുത്തലുമായി ഇറാൻ രംഗത്തെത്തി. മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ പരിശോധിച്ചു വരികയാണെങ്കിലും വിഷയത്തിൽ വാഷിംഗ്ടണുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഈ പ്രസ്താവന വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ടെഹ്റാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും ചർച്ചകൾക്ക് താൽപര്യപ്പെടുന്നുവെന്നും ട്രംപ് ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിനുമില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഇറാനെതിരെ യുദ്ധം നയിക്കാൻ പ്രേരിപ്പിച്ച അമേരിക്കയുടെ തന്ത്രങ്ങൾ പാടെ പരാജയപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും രാജ്യത്തെ സൈനികമായി തകർക്കാനുമായിരുന്നു അമേരിക്ക ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈ ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിയാതെ അമേരിക്കയ്ക്ക് പിന്തിരിയേണ്ടി വന്നുവെന്ന് അബ്ബാസ് അരാഗ്ചി പരിഹസിച്ചു. ഇറാന്റെ പ്രതിരോധ ശേഷിയും ആഭ്യന്തര സുരക്ഷയും തകർക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പതിറ്റാണ്ടുകളായി തുടർന്ന ഉപരോധങ്ങളും ഭീഷണികളും ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളോട് സന്ധി ചെയ്യാൻ തങ്ങൾ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. തങ്ങൾ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്നും അരാഗ്ചി വ്യക്തമാക്കി.